ഗൈസ് ഇന്ന് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകാട്ടോ. ഞാനും ഇഷുവും വീണയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോണ പടം എന്ന് പറഞ്ഞാൽ തുടക്കത്തിനാണ് പോണത്. തുടക്കം അപ്പം നല്ല അടിപൊളി പടമാണ് റിവ്യൂലൊക്കെ കണ്ടത്. അപ്പം നമുക്ക് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നുകൂടി കണ്ടിട്ട് പറയാം കേട്ടോ. നമ്മൾ ജയമാക്സിലാണ് പോകുന്നത്. അപ്പം ഇഷുവിൻ്റെ കൂടെ ആദ്യമായിട്ട് കേട്ടോ പടത്തിന് പോകുന്നത് എന്തേ ഇരിക്കുന്നു. അപ്പം ഇതവിടെ ചെന്നിട്ട് അലമ്പുണ്ടാക്കുവോ മര്യാദയ്ക്ക് ഇരിക്കുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇഷു വഴക്കുണ്ടാക്കുമോ അവിടെ ചെന്ന് കഴിയുമ്പോൾ? ഇഷു തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടല്ലേ സിനിമയ്ക്ക് പോകുന്നതല്ലേ? ആ മര്യാദയ്ക്ക് ഇരിക്കുമോ വഴക്കുണ്ടാക്കാതെ? ആ അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും തന്നെ പടം കണ്ടു കാണും. പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി. വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലേ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പം സമയം 2 മണി ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ 2:30-ക്കാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. ആദ്യമായിട്ടാ സിനിമ കാണാൻ പോകുന്നത്? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പം സമയം പോയി. അയ്യോ വേഗം സമയം 2:10 സമയം. 2:30-ക്കാണ് ഷോയ്. നമുക്കൊരു 10 മിനിറ്റ് കണ്ട് എത്തേണ്ടതാണ്. വലിയ ബ്ലോക്കൊന്നും വരുന്നില്ല. വണ്ടി വെയിലത്ത് കിടന്നിട്ട് നല്ല ചൂട് വണ്ടിക്ക്. നമ്മള് വെള്ളവും കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തിയേറ്ററിന്റെ അവിടെ പോയിട്ട് മേടിക്കാട്ടോ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ സമയം എന്തേ 2:20 ആയിട്ടോ. 2:30-ക്കാണ് നമ്മുടെ ഷോ. ഞാൻ പറഞ്ഞല്ലോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോട്ടോ. ബുക്ക് ചെയ്തത് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ആക്കി എടുക്കണം കേട്ടോ. കേട്ടോ, ഇതിനകത്ത് 2 സ്ക്രീൻ ഉണ്ടോ? ഓക്കെ, ഇതിന്റെ എങ്ങനെ പോണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ആദ്യമായിട്ടില്ലേ തിയേറ്ററിൽ വന്നെ? സിനിമ കണ്ടിട്ട് ഇറങ്ങിട്ടോ. 2 മണിക്കൂർ ബിച്ചുമാണ് സിനിമ ഉള്ളൂ. സിനിമ ഇഷ്ടപ്പെട്ടോ? തിയേറ്ററിൽ പോയി. അത് അതിനകത്ത് മെയിൻ ആയിട്ട് നല്ല ആക്ഷൻ സീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടും ഒക്കെ വെച്ചിട്ട് നല്ല കിടിലൻ ആക്ഷനാണ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും. അതിനകത്ത് മാർഷൽ ആർട്സിന്റെ അതുണ്ടല്ലോ, നല്ല ആക്ഷനായിട്ട് കാണാനും അതിന്റെ സൗണ്ട് ഇതൊക്കെ വെക്കുമ്പോ ആ ഇടിയുടെ കറക്റ്റ് ഫീല് കിട്ടുന്നുണ്ടല്ലേ. ഇടിച്ച് തെറിച്ച് പൊട്ടുക, ഇടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഇടിക്കുമ്പോ തെറിക്കുന്നതും ഒക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു. പടം അടിപൊളിയാ. ഒരു നോർമൽ ഒരു കഥയും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ പോലും നല്ല മേക്കിങ്ങും നല്ല ഡയറക്ഷനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ നല്ല BGM എല്ലാം കൂടെ ഇടി മറ്റേ ആക്ഷൻ സീക്വൻസിന്റെ ഇടയ്ക്കോടെ BGM ഒക്കെ വന്നതും സോങ് ഒക്കെ വന്നതും എല്ലാം കൊണ്ടും നല്ലൊരു കിടിലമായിരുന്നു അല്ലെ. സിമ്പിൾ ഒരു ചെറിയൊരു പടമാണെങ്കിലും നല്ല അടിപൊളി മേക്കിംഗ് ആണ്. ബോറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരു ആക്ഷന്റെ ആ ഒരു ഫീല് ശരിക്കും കിട്ടണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇഷു ആദ്യമായിട്ടല്ല തിയേറ്ററിൽ വന്നെ. ഇഷു ഒരു സിനിമ കഴിഞ്ഞപ്പോഴത്തേന് ഇഷു ഒരു പാക്കറ്റ് പോപ്കോണും ഒരു കോൺ ടോപ്പ് ഐസ്ക്രീം ഒരു പപ്സ് ബോട്ടിൽ നിറച്ച് ടാങ്ക് ഇത്രയും സാധനം കഴിച്ചു 2 മണിക്കൂർ കൊണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോവാട്ടോ. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു കിടിലം ആക്ഷൻ പടമാട്ടോ. ആക്ഷൻ ഫാമിലി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് ആ കറക്റ്റ് ഫീൽ കിട്ടുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മള് സിനിമയെ കണ്ടു. സമയം 5 മണി കഴിഞ്ഞപ്പോഴത്തേനും സിനിമ തീർന്നു കേട്ടോ. 2:30-ക്ക് തുടങ്ങിയിട്ട്. അതിനകത്തൊരു എനിക്കൊന്നൊരു 20 മിനിറ്റ്സ് ബ്രേക്കും കൂടെ പോയിട്ടുണ്ട്.